എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്ററായ ഹ്യൂമൻ ബോഡി എ വണ്ടർ, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ, മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡീ ഏകോപനം എന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എന്തൊക്കെ പറഞ്ഞായിരുന്നു? ഹ്യൂമൻ ബ്ലഡിനെ കുറിച്ചും കമ്പണൻസ് ഓഫ് ബ്ലഡിനെ കുറിച്ചും, ബ്ലഡ് സർക്കുലേഷൻ എന്താണെന്ന്, ഹാർട്ട് ബീറ്റ്സ്, പൾസ് ഇതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഹാർട്ട് ബീറ്റിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ്? സ്റ്റെതസ്കോപ്പ് ആണെന്നും പറഞ്ഞായിരുന്നു. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണെന്നും പറഞ്ഞ റെനെ ലെനക് എന്ന സയൻറ്റിസ്റ്റാണ് സ്റ്റെതസ്കോപ്പ് ഡിസ്കവർ ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ലെറ്റ്സ് മേക്ക് ദ മോഡൽ എ സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പിൻ്റെ ഒരു മോഡൽ മേക്ക് ചെയ്യാൻ പറയാണ്. സ്റ്റെതസ്കോപ്പിൻ്റെ മാതൃക നിങ്ങൾക്ക് നിർമ്മിക്കാൻ വേണ്ടി പറയാം. അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെ വേണം? പ്ലാസ്റ്റിക് ട്യൂബ്, ഓയിൽ ട്യൂബ്, ഫണൽ, പോളിത്തീൻ ട്യൂബ്, ബലൂൺ, 2 ഇയർഫോൺ ബഡ്സ്, മെറ്റൽ ഹെയർ ബോ, ഇൻസുലേഷൻ ടേപ്പ്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് ട്യൂബ്, ഓയിൽ ട്യൂബ്, ഫണൽ, പോളിത്തീൻ ട്യൂബ്, ബലൂണ്, 2 ഇയർഫോൺ ബഡ്, ഹെയർ ബോ, കമ്പി കൊണ്ടുള്ള ഹെയർ ബോ, ഇൻസുലേഷൻ ടേപ്പ്. ഇത്രയും വേണം. എന്നിട്ട് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കണ്ടല്ലോ, ചിത്രം കണ്ടല്ലോ, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ അത് മേക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ ഇയർ ബഡ്സ് ഈ 2 സൈഡില് ഫസ്റ്റ് ഇയർ ബഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബോ, ഹെയർ ബോ ഇവിടെ വച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് വച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിരിക്കുകയാണ്. ഇത് പോളിത്തീൻ ട്യൂബാണ്. പിന്നെ ഓയിൽ ട്യൂബ് വേണമെന്ന് പറഞ്ഞ് ആ ഓയിൽ ട്യൂബുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് വന്നിട്ട് ഫണലിൽ ഇവിടെ ബലൂണാണ് വലിച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിൽ മേക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ സ്റ്റെതസ്കോപ്പ് മേക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ക്യാൻ യു ഫീൽ യുവർ ഓൺ ഹാർട്ട് ബീറ്റ് യൂസിങ് ദ സ്റ്റെതസ്കോപ്പ് യു ഹാവ് മെയ്ഡ്? എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ സ്റ്റെതസ്കോപ്പിൽ നിന്ന് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ നിർമ്മിച്ച സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് സ്വന്തം ഹൃദയമിടിപ്പ് അറിയുന്നുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാരുടെ ഹൃദയസ്പന്ദന നിരക്ക്, പൾസ് നിരക്കും കണ്ടെത്താനാണ്. അതിനായിട്ടൊരു ചാർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് ഈ സ്റ്റെതസ്കോപ്പ് മേക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഓരോരുത്തരുടെ ഹാർട്ട് ബീറ്റ് നോക്കാനാണ്. അതിന് എത്രയാണെന്നുള്ളത് എഴുതാനും അതേ കണക്ക് പൾസ് റേറ്റും എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടെന്തോ ഇപ്പോൾ കുറച്ച് സമയം പൾസ് നിരക്ക് ഹൃദയസ്പന്ദന നിരക്കും തുല്യമായിരിക്കില്ലേ? രേഖപ്പെടുത്തുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചായിരുന്നു, പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് പഠിച്ചു അല്ലേ? ഹാർട്ട് ബീറ്റും പൾസ് റേറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. ന്യൂസ് ആക്ടിവിറ്റീസ്. ആയാസമുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന സമയത്ത് ഹൃദയസ്പന്ദനവും പൾസ് എന്നിവയുടെ നിരക്കിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ എന്നാണ്. കുറച്ച് സമയം ഓടി കളിച്ചതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരുടെ ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും ഉണ്ടായ മാറ്റം കണ്ടെത്താനാണ്. അപ്പോൾ ആദ്യം നോർമലായിട്ടുള്ള ഹാർട്ട് ബീറ്റും പൾസും എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഓടിയിട്ടൊക്കെ വന്നിട്ട് എടുക്കുമ്പോഴത്തേക്ക് അതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകും അല്ലേ? ഓടിയിട്ട് വരുമ്പോഴത്തേക്ക് രണ്ടിൻ്റെ ഹാർട്ട് റേറ്റ് പൾസ് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും അല്ലേ? പക്ഷേ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ആദ്യത്തതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകും, പക്ഷെ രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ? പഠിക്കാനുള്ളത് കാർഡിയക് വെൽനസ്, ഹൃദയാരോഗ്യം. അപ്പം നമ്മുടെ ഹൃദയം ആരോഗ്യത്തോടെ ഇരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളാണ്. നോക്ക്, ലിസൺ ദ മോണോലോഗ് ഓഫ് ദ ഹാർട്ട്. ഹൃദയത്തിൻ്റെ ആത്മകഥ ശ്രദ്ധിക്കാനാണ്. ഹാർട്ടിൻ്റെ പടം കൊടുത്തിരിക്കുന്ന കണ്ട എന്തൊക്കെയാണ്? റെഗുലർ ഇൻടേക്ക് ഓഫ് ഫാറ്റി ഫുഡ്സ് അഫക്ട്സ് മൈ ഫങ്ഷനിങ്.
കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് എൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. രണ്ടാമത്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വെയർ മീ ഡൗൺ. ജീവിതശൈലീ രോഗങ്ങൾ എന്നെ തളർത്തും. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ലിക്വർ വിൽ മേക്ക് മീ സിക്ക് ഫാസ്റ്റ്. പുകവലി, മദ്യപാനം എന്നിവ എന്നെ വേഗം രോഗിയാക്കും. ലാക്ക് ഓഫ് റെഗുലർ എക്സസൈസ് വിൽ ഇമ്പയർ മൈ ഹെൽത്ത്. വ്യായാമം ചെയ്തില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം തകരാറിലാകും. ഹാർട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് മെയിൻറ്റെയിൻ എ ഹെൽത്തി ഹാർട്ട്? ഒരു ഹെൽത്തി ഹൃദയ ആരോഗ്യം നിലനിർത്താൻ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. എന്തൊക്കെയാണ്? We can protect the health of the heart through good food habits, regular exercise and better lifestyle. ഇത്രയും കാര്യങ്ങൾ വേണേ. എന്തൊക്കെയാണ്? ഗുഡ് ഫുഡ് ഹാബിറ്റ്, റെഗുലർ എക്സസൈസ് ആൻഡ് ബെറ്റർ ലൈഫ് സ്റ്റൈൽസ്. ശരിയായ ആഹാരശീലങ്ങൾ, വ്യായാമം, ജീവിതചര്യകൾ എന്നിവയിലൂടെ നമ്മുടെ ഹാർട്ടിനെ നമുക്ക് സംരക്ഷിക്കാം. ഓക്കെ, ഗുഡ് ഫുഡ് ഹാബിറ്റ്, റെഗുലർ എക്സസൈസ്, ബെറ്റർ ലൈഫ് സ്റ്റൈൽസ്. അടുത്ത് നോക്കാം. You have understood that the heart, blood vessels are parts of the circulatory system. നമ്മൾ മനസ്സിലാക്കിയായിരുന്നു എന്തൊക്കെയാണ്? ഹാർട്ടും ബ്ലഡും ബ്ലഡ് വെസൽസും ഒക്കെ ചേരുന്നതാണ് ഒരു സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞത്. നമുക്ക് ഇൻ കേസ് ഓഫ് ഇഞ്ചുറി, മുറിവുണ്ടായ, വാട്ട് വിൽ ഹാപ്പൻ ടു ബ്ലഡ് വെസൽസ് ആർ കട്ട്? രക്തക്കുഴലുകൾ മുറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്ലഡ് വരും അല്ലേ? വൈൽ പ്ലേയിങ് യുവർ ഫ്രണ്ട്സ് ഹാൻഡ് ഗെറ്റ്സ് ഇഞ്ചുർഡ് ആൻഡ് ഇറ്റ് ഈസ് ബ്ലീഡിങ്, വാട്ട് വിൽ യു ഡു? കളിച്ചുകൊണ്ടിരിക്കെ നിങ്ങളുടെ കൂട്ടുകാരന് കയ്യിൽ ഒരു മുറിവുണ്ടായി, രക്തം ഒഴുകുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? വാട്ട് ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി ഗിവൺ ടു എ പേഴ്സൺ ഹൂ ഈസ് ഇഞ്ചുർഡ്? മുറിവ് പറ്റിയ ഒരാൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുന്നത്? എന്തൊക്കെ നൽകാം നമുക്ക്? ക്ലീൻ ദ വൗണ്ട് വിത്ത് ഫ്രഷ് വാട്ടർ. ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക. ഇത് ഫസ്റ്റ് എയ്ഡ് ആണ്. പ്രസ് ദ വൗണ്ട് വിത്ത് യുവർ ഹാൻഡ്. മുറിവിൽ അമർത്തി പിടിക്കുക. ഇഫ് ദ വൗണ്ട് ഈസ് ഓൺ ദ ഹാൻഡ്, ഹോൾഡ് ഇറ്റ് അപ്പ്. കയ്യിലാണ് മുറിവെങ്കിൽ കൈ എന്തോന്നാണ്? ഉയർത്തിപ്പിടിക്കുക. ഇഫ് ബ്ലീഡിംഗ് ഡസൻറ്റ് സ്റ്റോപ്പ്, റാപ്പ് ദ വൗണ്ട് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ഓർ ബാൻഡേജ്. രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക. ഗെറ്റ് മെഡിസിൻ ഹെൽപ്പ് ക്വിക്ക്ലി. വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മുറിവ് സംഭവിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് നോക്കാം. ട്രാൻസ്പ്ലാന്റ് ദ ഹാർട്ട്. ഹൃദയം മാറ്റിവെക്കാം. നോക്കൂ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് പെർഫോംഡ് ഓൺ പീപ്പിൾ വിത്ത് സിവിയർ ഹാർട്ട് ഡിസീസ്. ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താറുള്ളത്. യൂഷ്വലി ദ ഹാർട്ട് ഓഫ് ബ്രെയിൻ ഡെത്ത് പേഴ്സൺ ഈസ് ട്രാൻസ്പ്ലാന്റഡ് ഓൺ ടു ദ പേഷ്യന്റ്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയം എടുത്ത് രോഗിയിൽ വച്ചു പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതാണ് ട്രാൻസ്പ്ലാന്റ് ദ ഹാർട്ട്, ഹൃദയം മാറ്റിവെക്കൽ. The first successful heart transplant was done by Dr. Christian Bernard. അപ്പോൾ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരാണ്? ക്രിസ്ത്യൻ ബെർണാഡ് ആണ്. എപ്പോഴായിരുന്നു? 1967. ഓക്കെ, ഈ ഹൃദയം മാറ്റിവെക്കൽ നമ്മളിപ്പോൾ ഇടയ്ക്ക് ഒരുപാട് ഇതിൽ കണ്ടിട്ടുണ്ടല്ലേ. ഈ ഹാർട്ടും കൊണ്ട്, മസ്തിഷ്ക മരണം നടന്ന വ്യക്തിയുടെ ഹാർട്ടും കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്, റോഡെല്ലാം
ആൾക്കാർ വാഹനങ്ങളൊക്കെ ഒതുങ്ങി കൊടുക്കുന്നതും ഒക്കെ നമ്മൾ ഇടയ്ക്ക് വാർത്ത ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവോ എന്നറിയില്ല. ബ്ലഡ് ഡൊണേഷൻ എ നോബിൾ ആക്ട്. രക്തദാനം മഹാദാനം കേട്ടിട്ടില്ലേ? രക്തദാനം മഹാദാനം എന്ന്. A healthy person has about 5.5 liters of blood in his body. What is to be done if there is a decrease in the volume of blood due to accidents or illness? ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ രക്തമുണ്ടാകും. അപകടങ്ങൾ, അസുഖങ്ങൾ എന്നിവ മൂലം ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കുറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അതൊക്കെ ഒരു ഹെൽത്തി പേഴ്സണിന് എത്ര ഉണ്ടാവും ബ്ലഡ്? 5.5 ലിറ്റർ, 5.5 ലിറ്റർ. അസുഖങ്ങളൊക്കെ ഉണ്ടായി നമ്മുടെ ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കുറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? ആരെയെന്തെങ്കിലും ബ്ലഡ് സ്വീകരിക്കും അല്ലേ? Blood donation is the voluntary donation of blood by a person to another or for further use through its scientific preservation. You can also be a part of this social service when you turn 18. Prepare slogans related to blood donation and display in the class. ഒരാൾ സമ്മാന സ്ഥലം മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതിനാണ് രക്തദാനം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ബ്ലഡ് ദാനം ചെയ്യാൻ, ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഇഷ്ടത്തോടു കൂടി ബ്ലഡ് ഡൊണേഷൻ ഈസ് ദ വോളണ്ടറി ഡൊണേഷൻ ഓഫ് ബ്ലഡ് by a person to another or for further use through scientific preservation. ഓക്കെ, അപ്പോൾ 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കും ഇതേ കണക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് എക്സ്ക്രീറ്ററി സിസ്റ്റം. We have discussed life processes such as digestion, circulation and respiration. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ദഹനം, രക്തപര്യനം, ശ്വസനം എന്നീ ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. വിച്ച് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ? ശ്വസന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ്. വിച്ച് ഓർഗൻ എലിമിനേറ്റ് ഇറ്റ്? ഏത് ഓർഗനാണ് ഇത് പുറന്തള്ളുന്നത്? ഏത് അവയവമാണ് ഇത് പുറന്തള്ളുന്നത്? ഏതാണ്? ലങ്സ്. അറിയാലോ. പിന്നെന്തോ, വാട്ട് ആർ ദ അതർ വേസ്റ്റ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി? നമ്മുടെ ശരീരത്തിൽ മറ്റെന്തെല്ലാം വിസർജ്യ വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞു കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞു. പിന്നെന്തോ പറയാം? സ്വെറ്റ്, വിയർപ്പ്. പിന്നെന്തോ പറയാം? യൂറിൻ. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. വാട്ട് ആർ ദ മെക്കാനിസം അവൈലബിൾ ടു എലിമിനേറ്റ് ദീസ് വേസ്റ്റ് മെറ്റീരിയൽസ്? ഇവയെ പുറന്തള്ളാൻ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് ബാക്കി നോക്കാം എന്തൊക്കെയാണെന്ന്. നോക്കാം, ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് എക്സ്ക്രേഷൻ എന്ന്? എക്സ്ക്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസർജനം. എന്താണ്? എക്സ്ക്രേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് യൂറിയ, എക്സസ് വാട്ടർ, സാൾട്ട് എക്സെട്ര ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ആസ് എ റിസൾട്ട് ഓഫ് ലൈഫ് പ്രോസസ്. അപ്പോൾ ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയക്കാണ് വിസർജനം എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ക്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിയ, എക്സസ് വാട്ടർ, സാൾട്ട് ഇവയെ പുറന്തള്ളുന്ന പ്രവർത്തനം. നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്ത കിഡ്നിയുടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. കിഡ്നിയുടെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൃക്കകൾ. കിഡ്നി ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിലെ എക്സ്ക്രീറ്ററി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? കിഡ്നിയാണ്. ദേ ആക്ട് ആസ് ഫിൽറ്റേഴ്സ് ഇൻ ദ ഹ്യൂമൻ ബോഡി.
ഹ്യൂമൻ ബോഡിയുടെ ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം എന്ന് പറയുന്നത് ഏതാണ്? വൃക്കകളാണ്. ഇവ മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായിട്ട് പ്രവർത്തിക്കുന്നു. നോക്ക്, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡന്റിഫൈ ദ ഷേപ്പ് ഓഫ് കിഡ്നി. കിഡ്നിയുടെ പടം നോക്ക്, ഇത് ഏതുപോലെ കാണുന്നത്? എന്താകൃതിയാണ് ഇവയ്ക്ക്? പയർ വിത്തിന്റെ ആകൃതി അല്ലേ? ഒരു ബീൻ ഷേപ്ഡ് അല്ലേ? നമുക്ക് നോക്കുമ്പോഴത്തേക്ക് തന്നെ അറിയാം. നോക്ക്, കിഡ്നി ആൻഡ് ഫിൽട്രേഷൻ. വൃക്കയും അരിക്കലും. കിഡ്നീസ് ആർ ബീൻ ഷേപ്ഡ് ആൻഡ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഓൺ എയ്തർ സൈഡ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. അപ്പോൾ പയർ വിത്തിന്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശം കാണപ്പെടുന്നത്. ദ റിനൽ ആർട്ടറി ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നീസ്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് ആരാണ്? വൃക്കാധമനിയാണ്. ദിസ് ബ്ലഡ് കണ്ടെയ്ൻസ് യൂറിയ, ഗ്ലൂക്കോസ്, സാൾട്ട്, ഓക്സിജൻ ആൻഡ് അതർ കമ്പോണൻസ്. രക്തത്തിൽ ഇതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. But the blood returning through the renal vein after filtration contains comparatively less amount of urea, glucose, salt, oxygen and other components. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. The waste products in the blood thus filtered by the kidneys are eliminated through urine. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ എവിടെ കൂടെ പുറന്തള്ളപ്പെടുന്നു? യൂറിനിലൂടെ പുറന്തള്ളപ്പെടുന്നു. Kidneys play an important role in maintaining the proper concentration of waste water and salt in the body. ശരിയായ അളവിൽ ജലം, ലവണം എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ദ ആവറേജ് ഡെയിലി ഔട്ട്പുട്ട് ഓഫ് ദ യൂറിൻ ഫ്രം എ ഹെൽത്തി പേഴ്സൺ ഈസ് 1.5 ലിറ്റേഴ്സ്. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു, യൂറിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ വൃക്കകളെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായോ? നോക്കൂ, വൃക്കയുടെ പിക്ചർ നോക്കൂ. ഇത് റെനൽ ആർട്ടറി, വൃക്കാധമനി. ഇത് ഏത്? ഈ ബ്ലൂ കളറ് റെനൽ വെയിൻ, വൃക്കാസിര എന്ന് പറയും. കിഡ്നി, ഇത് യൂറിറ്റർ, ഈ ഭാഗം യൂറിറ്റർ, മൂത്രവാഹി. യൂറിനറി ബ്ലാഡർ, മൂത്രാശയം. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ ഇത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ബ്ലഡ് വെസൽ ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നീസ്? വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ഏതാണ്? റിനൽ ആർട്ടറി. വൃക്കാധമനി. വൃക്കയിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത് കണ്ടല്ലോ, വൃക്കാധമനി, ഈ റെഡ് കളറിൽ കാണുന്നത്. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ബ്ലഡ് വെസൽ ക്യാരീസ് ബ്ലഡ് ബാക്ക് ഫ്രം ദ കിഡ്നീസ്? വൃക്കയിൽ നിന്ന് രക്തം തിരികെ കൊണ്ടുപോകുന്ന രക്തക്കുഴൽ നോക്കാം. റിനൽ വെയിൻ. ഈ രണ്ടാമത് കാണുന്ന ഈ ബ്ലൂ കളറിലുള്ളതാണ് റിനൽ വെയിൻ എന്ന് പറയുന്നത്, വൃക്കാസിര എന്ന് പറയും. അടുത്ത്, ഹൗ ഡസ് ദ ബ്ലഡ് ഇൻ ദ റിനൽ ആർട്ടറി ഡിഫർ ഫ്രം ദാറ്റ് ദ റിനൽ വെയിൻ? വൃക്കാധമനി, വൃക്കാസിര എന്നീ രക്തക്കുഴലുകളുടെ രക്തത്തിന് എന്ത് വ്യത്യാസമാണ് ഉള്ളത്? നമുക്ക് ഇതിൽ തന്നെ പറയുന്നുണ്ട്. This blood contains urea, glucose, salt, oxygen and other components. Renal artery carries blood to the kidneys. This blood contains urea, glucose, salt, oxygen and other components. But the blood returning through the renal vein after filtration contains comparatively less amount of urea. മനസ്സിലായെന്ന് തോന്നുന്നു. വൃക്കയിലേക്ക് രക്തം നൽകുന്നത് ആരാണ്?
വൃക്കാധമനിയാണ്. വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ എന്തൊക്കെ ഉണ്ടാവും? യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റു ഘടകങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റു ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ട്യൂബ് ക്യാരീസ് യൂറിൻ ഫ്രം ദ കിഡ്നി? വൃക്കയിൽ നിന്ന് മൂത്രം കൊണ്ടുപോകുന്ന കുഴൽ ഏതാണ്? യൂറിറ്റർ. ഏതാണ്? ഇതാ കണ്ടോ, യൂറിറ്റർ ഏതാണെന്ന്? മൂത്രവാഹി. ഇതാണ് യൂറിറ്റർ എന്ന് പറയുന്നത്. വിച്ച് പാർട്ട് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് യൂറിൻ കളക്റ്റഡ്? യൂറിൻ കളക്ട് ചെയ്യുന്നത് വിസർജ്യ വ്യവസ്ഥയിലെ ഏത് ഭാഗത്താണ് മൂത്രം ശേഖരിക്കുന്നത്? ഏതാണ്? യൂറിനറി ബ്ലാഡർ. മൂത്രാശയം ഏതാണ്? യൂറിനറി ബ്ലാഡർ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ വിച്ച് ബ്ലഡ് വെസൽസ് ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നി? renal artery. In which blood vessel carries blood back from the kidneys? renal vein. How does the blood in the renal artery differ from that in the renal vein? അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു പോർഷൻ. The renal artery carries blood to the kidneys. This blood contains urea, glucose, salt, oxygen and other components. But the blood returning through the renal vein after filtration contains comparatively less amount of urea, glucose, salt, oxygen and other components. Okay. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ട്യൂബ് ക്യാരീസ് യൂറിൻ ഫ്രം ദ കിഡ്നീസ്? യൂറിറ്റർ. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് യൂറിൻ കളക്ടർ? യൂറിനറി ബ്ലാഡർ. ഒക്കെ അടുത്ത് നോക്കാം. കുട്ടിയും ഡോക്ടറും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്. കുട്ടി പറയാണ്, ഡോക്ടർ, ഐ ഫീൽ പെയിൻ ആൻഡ് എ ബേണിംഗ് സെൻസേഷൻ വൈൽ യൂറിനേറ്റിംഗ്. There is a pain in lower abdomen also. കുട്ടി എന്താണ് പറയുന്നത്? ഡോക്ടർ, മൂത്രമൊഴിക്കുമ്പോൾ എനിക്ക് പുകച്ചിലും വേദനയും അനുഭവപ്പെടുന്നു, കൂടാതെ അടിവയറ്റിലും വേദനയുണ്ട്. അപ്പോൾ ഡോക്ടർ എന്താണ് പറയുന്നത്? ഡോണ്ട് യു ഡ്രിങ്ക് ഇനഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയേറ്റ് റെഗുലർലി? ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ലേ? ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാറില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടി പറയാണ്, ടു അവോയ്ഡ് ഫ്രീക്വന്റ് യൂറിനേഷൻ ഐ ഡ്രിങ്ക് വെരി ലിറ്റിൽ വാട്ടർ വൈൽ അറ്റ് സ്കൂൾ ആൻഡ് യൂറിനേറ്റ് ഓൺലി ആഫ്റ്റർ റീച്ചിങ് ഹോം. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കേണ്ടി വരുമെന്നതിനാൽ ഞാൻ സ്കൂളിൽ പോയാൽ കുറച്ച് വെള്ളം മാത്രമേ കുടിക്കൂ, വീട്ടിൽ തിരിച്ചെത്തിയേ മൂത്രമൊഴിക്കൂ. പല കുട്ടികളും ചെയ്യുന്ന കാര്യമാണ് ഇതല്ലേ? അപ്പോൾ ഡോക്ടർ എന്താണ് മറുപടി പറയുന്നത്? പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ കിഡ്നീസ് റിക്വയർസ് adequate intake of water. If you don't urinate for a long time, pathogens will get multiplied in the urea and bladder, leading to infection. വൃക്കകൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രവാഹിയിലും മൂത്രാശയത്തിലും രോഗാണുക്കൾ പെരുകി മൂത്രാശയ അണുബാധ ഉണ്ടാകും. അതുകൊണ്ട് നിറയെ വെള്ളം കുടിക്കണം. അത് എപ്പോഴും വീട്ടിലെ അമ്മയൊക്കെ എപ്പോഴും പറയുന്ന കാര്യമായിരിക്കും, വെള്ളം നിറയെ കുടിക്കണം എന്നുള്ളത്. What are the health problems that will occur if you don't drink enough water? ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും യഥാസമയം മൂത്രമൊഴിക്കുകയും ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? വയറുവേദന ഉണ്ടാകും അല്ലേ? നോക്കൂ അടുത്തത്, പ്രൊട്ടക്ട് മീ. എക്സാം ദ ഇലസ്ട്രേഷൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം പരിശോധിക്കാനാണ്. നോക്ക്. പ്ലീസ് എക്സസൈസ് ഡെയിലി. ദിവസവും വ്യായാമം ചെയ്യണേ. പ്ലീസ് ഗീവ് അപ്പ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്വർ. പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കണേ. ഇതാര് പറയുന്നതാണ്? പ്ലീസ് ഗീവ് അപ്പ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്വർ. പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കണേ. പ്ലീസ് എക്സസൈസ് ഡെയിലി. ദിവസവും വ്യായാമം ചെയ്യണേ. പ്ലീസ് റെഡ്യൂസ് എക്സസ് യൂസ് ഓഫ് സാൾട്ട്. ഉപ്പിന്റെ അമിത ഉപയോഗം കുറയ്ക്കണേ. പ്ലീസ് റെഡ്യൂസ് ദ യൂസ് ഓഫ് അൺനെസസറി മെഡിസിൻസ്. അനാവശ്യമായ മരുന്നിന്റെ ഉപയോഗം കുറയ്ക്കണേ.
പ്ലീസ് ഡ്രിങ്ക് അറ്റ് ലീസ്റ്റ് 12 ഗ്ലാസസ് ഓഫ് വാട്ടർ ഡെയിലി. ദിവസവും ഏകദേശം 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണേ. പ്ലീസ് അവോയ്ഡ് ഓവർ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്. കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കണമെന്ന് പറയാണ്. അൺനെസസറി മെഡിസിൻസ് ഉപയോഗിക്കരുതെന്ന് പറയുന്നു. ദിവസവും 12 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. പിന്നെ എന്താ പറയാണ്, ഓവർ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സിൻ്റെ ഓവർ യൂസ് കുറയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ദിവസവും എക്സസൈസ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മനസ്സിലായുവെങ്കിൽ, അത് പ്രയോജനപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.